ഹലോ ഗൈസ്, ഞാൻ സുറു. രാവിലെ തന്നെ വണ്ടി പണി വന്നു കേട്ടോ. ദാണ്ട് കണ്ടോ ഉമ്മച്ചി തേരി വലിഞ്ഞു പിടിച്ച് കയറി വരുന്നത്. മിസ് തേരി കയറിയിട്ട് എന്നോട് വന്ന് പറയുക കേട്ടോ, ഇത് വല്ലാത്ത ചെയ്ത്തായി പോയി. ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ വണ്ടിയുടെ ഓരോ കുലിശിത പ്രവൃത്തികളെ. വണ്ടി കംപ്ലൈൻ്റ് ആയി തന്നെ ജോലിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ നേരെ ചിക്കൻ കടയിലോട്ട് പോയി ചിക്കനൊക്കെ മേടിച്ച് കുറച്ച് മലക്കറിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ വന്ന് പാചകം തുടങ്ങാന്ന് വെച്ചു. ഇതാണ് എൻ്റെ ഹെൽപ്പർ മിസ്സു. എൻ്റെ മിസ്സുമാണ് എൻ്റെ ഏറ്റവും വലിയ അടുക്കളയിൽ കയറിയാൽ പിന്നെ ജോലി താമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും അവനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അനുസരിച്ച് കുറച്ചൊരു മിസ്സുവിനെ കാണുന്നില്ല. ഞാൻ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ അങ്ങനെ വീട്ടിലെ മണ്ടയിൽ കയറി നോക്കിയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ കണ്ട് കഴിച്ച എൻ്റെ ബാല്യം ഒരടിച്ച് പോകണമായിരുന്നു. കണ്ടോ എൻ്റെ മോൻ നല്ല അന്തസ്സായിട്ട് അവിടെ നിന്ന് വായി നോക്കുന്നു ഗൈസ്. ഇതാണോ കോഴി? വേറെ ആരെയല്ല ഗൈസ് ഇങ്ങനെ അവൻ കിടന്ന് നോക്കുക. നമ്മുടെ പൊന്നൂസിനെ തന്നെ കേട്ടോ. നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്ത് അംഗനവാടി. അവിടെ നിന്ന് എൻ്റെ പൊന്നൂസ് അവിടെ നിന്ന് കഞ്ഞി കുടിക്കുന്നുണ്ട്. അതിൻ്റെ മിസ്സ് നോക്കുക. എങ്ങനെയെങ്കിലും അവൾ അവിടെ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണം. അത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. എന്തായാലും എൻ്റെ മുമ്പ് വെച്ച് ഇതൊക്കെ കാണിക്കാൻ എനിക്ക് കൊള്ളാവോ ഗൈസ്? അങ്ങനെ അവൻ അത്രയും കാണിച്ച സ്ഥിതിക്ക് നമ്മൾ അവനെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം. വളരെ വെച്ച് ഞാൻ ഏറ്റവും നല്ല പണി ഞാൻ അവനെ കൊടുത്തു ഗൈസ്. ഞാൻ അങ്ങ് തുടയ്ക്കാൻ ഏൽപ്പിച്ചു. നമ്മൾ എനിക്ക് സന്തോഷം, അവനിക്ക് സന്തോഷം. അവനിക്ക് സന്തോഷമായാലും ദുഃഖമായാലും എന്താ, അവൻ തുടച്ചാൽ പോരെ? അവൻ തുടക്കട്ടെ. അവൻ അല്ലെങ്കിൽ എൻ്റെ മുമ്പ് വെച്ച് കാണിക്കാൻ പറ്റുന്നതാണ് ആ കാണിച്ചത്. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു തള്ളയല്ലേ ഗൈസ്. എന്തായാലും കണ്ണും കവളൊക്കെ കാണിച്ച് അവൻ പൊന്നൂസിനെ വീട്ടിലെത്തിച്ച്. പൊന്നൂസിനെ വീട്ടിലെത്തിച്ച അവളെ പ്രധാന ലക്ഷ്യം ഇതാണ് ഗൈസ്. അവന് പെണ്ണിനോടൊന്നും അല്ല ഗൈസ് പ്രേമം, ഫുഡിനോടാണ് ഗൈസ്. അങ്ങനെ എൻ്റെ പൊന്നൂസും മിസ്സും കൂടെ ചോറിനായിരുന്നു. ഞാൻ അടുത്ത് പോയിരുന്ന് വായി നോക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ മിസ്സ് ഒരിത്തിരി പോലെ എനിക്കെടുത്ത് വായി വെച്ചത്. ഒരുപാടൊന്നും തരില്ല കേട്ടോ, അത് പ്രതീക്ഷിക്കാൻ വേണ്ട. ഒരു ഇമ്മിണി പോലെ എടുത്ത് എൻ്റെ വായി വെച്ചത് ഗൈസ്. അപ്പോൾ തന്നെ എൻ്റെ പൊന്നൂസിനും അത് കണ്ടിട്ട് എനിക്ക് തരണമെന്ന് തന്നെ അതുപോലെ ഒരു ഇമ്മിണി പോലെ ഒരു കഷ്ണം എടുത്ത് എൻ്റെ വായിൽ വെച്ചു. എന്തായാലും എൻ്റെ പിള്ളേർ തരുന്നില്ലേ, ഞാൻ അങ്ങ് കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിച്ചിട്ട് ഞാൻ പിന്നെ മുണ്ടും ഉടുപ്പൊക്കെ മടക്കാൻ നേരത്ത് മിസ്സുവിൻ്റെ പഴയ മുണ്ടും ഷർട്ടും കിട്ടി. അതെൻ്റെ പൊന്നൂസിന് ഇട്ട് കൊടുത്ത്. എൻ്റെ പൊന്നൂസിന് ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ ഇട്ട് കണ്ടോ. മിസ്സുവിൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നു. ഒരു മൂച്ചിൽ അടി നടന്നിട്ടാണ് ആ ചെരുപ്പ് അവൾക്ക് കിട്ടിയത്. എന്നാലും എൻ്റെ കുഞ്ഞിന് സന്തോഷമായി. മിസ്സുവിന് അത് കണ്ടപ്പോൾ ചെറിയ സന്തോഷമൊക്കെ വന്നു കേട്ടോ. എന്നാലും ഒരു അടി നടത്തി അവിടെ.